എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിലെ 1ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് ദ്രവബലങ്ങൾ എന്നുള്ളതാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഓരോരോ യൂണിറ്റുകളായിട്ട് നോക്കാം. ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം പ്ലവക്ഷമ ബലമാണ്. പ്ലവക്ഷമ ബലം കൊണ്ടാണ് കപ്പല് ജലത്തില് പൊങ്ങിക്കിടക്കുന്നത്. മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ ജലത്തിനുള്ളിൽ ഉയർത്തുമ്പോൾ വായുവിൽ ഉയർത്തുന്നതിനേക്കാൾ ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും. നമ്മൾ മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തു അത് ജലത്തിനുള്ളിൽ വെച്ച് നമ്മൾ ഉയർത്തുമ്പോൾ നമുക്ക് വായുവിൽ അത് ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നു. മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ ജലത്തിനുള്ളിൽ ഉയർത്തുമ്പോൾ വായുവിൽ ഉയർത്തുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നു. വാതകങ്ങളും ദ്രാവകങ്ങളും പൊതുവെ അറിയപ്പെടുന്നത് ദ്രവങ്ങൾ എന്നാണ്. വാതകങ്ങളും ദ്രാവകങ്ങളും പൊതുവെ അറിയപ്പെടുന്നത് ദ്രവങ്ങൾ എന്നാണ്. ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് ഏതൊക്കെ ബലങ്ങളാണ് എന്ന് ചോദിച്ചാൽ വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരവും വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമാണ്. ഒരു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തു, ആ വസ്തു അനുഭവപ്പെടുന്നത് ഏതൊക്കെ ബലങ്ങളാണ് എന്ന് ചോദിച്ചാല് വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം കൊണ്ടുണ്ടാവുന്ന ഒരു ബലമുണ്ടാവും. പിന്നെ വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും ഉണ്ടാവും. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവ്യം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലം അറിയപ്പെടുന്നത് പ്ലവക്ഷമ ബലം എന്നാണ്. പ്ലവക്ഷമ ബലം എന്താണെന്നാണ് പറഞ്ഞത്. ഒരു വസ്തു ദ്രവത്തില് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവ്യം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. ഈ ബലം അറിയപ്പെടുന്ന പേരാണ് പ്ലവക്ഷമ ബലം എന്നുള്ളത്. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നു. ഇത് ഏതു തരം ബലത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണമാണ്. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നു. ഇത് ഏതു തരം ബലത്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ദ്രാവകത്തിന്റെ സാന്ദ്രതയും വസ്തുവിന്റെ വ്യാപ്തവുമാണ്. ദ്രാവകത്തിന്റെ സാന്ദ്രത, വസ്തുവിന്റെ വ്യാപ്തം എന്നിവയാണ് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണക്കാക്കുന്ന രീതി വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തുന്നതിലൂടെയാണ്. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണക്കാക്കുന്ന രീതി എങ്ങനെയാന്ന് ചോദിച്ചാൽ വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തുന്നതിലൂടെയാണ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആർക്കിമിഡീസ് ആണ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ്. തെക്കൻ ഇറ്റലിയിലെ തുറമുഖ നഗരമായ സിറാക്യൂസിൽ BCE 287 ജനിച്ച ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ്. തെക്കൻ ഇറ്റലിയിലെ തുറമുഖ നഗരമായ സിറാക്യൂസിൽ BCE 287 ജനിച്ച ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ് എന്ന് പറയുന്നത്. തെക്കൻ ഇറ്റലിയിലെ തുറമുഖ നഗരമായിട്ടുള്ള സിറാക്യൂസിൽ BCE 287 ജനിച്ച ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ്. ഏത് രാജാവിന്റെ കാലത്താണ് ആർക്കിമിഡീസ് ജീവിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ ഹെയ്റോ രണ്ടാമന്റെ കാലഘട്ടത്തിലാണ്. ഏത് രാജാവിന്റെ കാലത്താണ് ആർക്കിമിഡീസ് ജീവിച്ചിരുന്നത്? ഹെയ്റോ രണ്ടാമൻ. മണ്ണുമാന്തി യന്ത്രം ഏത് നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ്?
പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ്. മണ്ണുമാന്തി യന്ത്രം ഏത് നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് എന്ന് ചോദിച്ചാൽ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് മണ്ണുമാന്തി യന്ത്രം. 212 BC-യിൽ രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ ഒരു റോമൻ പട്ടാളക്കാരന്റെ വാളാൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ്. 212 BC-യിൽ രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ ഒരു റോമൻ പട്ടാളക്കാരന്റെ വാളാൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അത് ആർക്കിമിഡീസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഇതറിയപ്പെടുന്നത് പ്ലവന തത്വം എന്നാണ്. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഇതറിയപ്പെടുന്നത് പ്ലവന തത്വം എന്നാണ്. പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണത്തിന് ഉദാഹരണമാണ് ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ എന്നിവ. പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണത്തിന് ഉദാഹരണമാണ് ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ എന്നിവ. മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിലെടുത്താൽ മണ്ണെണ്ണ ജലത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ്. മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിലെടുത്താൽ മണ്ണെണ്ണ ജലത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ്. വസ്തുവിന്റെ സാന്ദ്രതയും ജലത്തിന്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന ആനുപാതിക സംഖ്യ അറിയപ്പെടുന്നത് ആപേക്ഷിക സാന്ദ്രത എന്നാണ്. വസ്തുവിന്റെ സാന്ദ്രതയും ജലത്തിന്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന ആനുപാതിക സംഖ്യ അറിയപ്പെടുന്നത് ആപേക്ഷിക സാന്ദ്രത എന്നാണ്. ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിന്റെ സാന്ദ്രതയാണ്. ആപേക്ഷിക സാന്ദ്രത എന്നുള്ളത് വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രതയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും മണ്ണെണ്ണയുടേത് 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബുമാണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും? 0.81 ആയിരിക്കും. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും മണ്ണെണ്ണയുടേത് 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബുമാണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത 0.81 ആയിരിക്കും. ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് അതിന് യൂണിറ്റ് ഇല്ല. ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ്. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഡ്രോമീറ്റർ. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. പാസ്കൽ നിയമം ആവിഷ്കരിച്ചത് ബ്ലെയ്സ് പാസ്കൽ ആണ്. പാസ്കൽ നിയമം ആവിഷ്കരിച്ചത് ബ്ലെയ്സ് പാസ്കൽ. ഗണിതം, ഭൗതികശാസ്ത്രം, തത്വചിന്ത, ദൈവശാസ്ത്രം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച 1623 ജൂൺ 19 ഫ്രാൻസിൽ ജനിച്ച പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ബ്ലെയ്സ് പാസ്കൽ. ഗണിതം, ഭൗതികശാസ്ത്രം, തത്വചിന്ത, ദൈവശാസ്ത്രം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച 1623 ജൂൺ 19 ഫ്രാൻസിൽ ജനിച്ച പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ബ്ലെയ്സ് പാസ്കൽ. 16-ാമത്തെ വയസ്സിൽ ഗണിതശാസ്ത്രത്തിലെ 2 ഗവേഷണ മേഖലകളായ പ്രൊജക്റ്റീവ് ജോമെട്രി, പ്രോബബിലിറ്റി തിയറി എന്നിവയുടെ തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ് ബ്ലെയ്സ് പാസ്കൽ എന്ന് പറയുന്നത്.
16-ാമത്തെ വയസ്സിൽ ഗണിതശാസ്ത്രത്തിലെ 2 ഗവേഷണ മേഖലകളായ പ്രൊജക്റ്റീവ് ജോമെട്രി, പ്രോബബിലിറ്റി തിയറി എന്നിവയുടെ തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ ബ്ലെയ്സ് പാസ്കലാണ്. കണക്കുകൂട്ടൽ യന്ത്രമായ പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച വ്യക്തി ബ്ലെയ്സ് പാസ്കലാണ്. കണക്കുകൂട്ടൽ യന്ത്രമായ പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച വ്യക്തി ബ്ലെയ്സ് പാസ്കലാണ്. പല്ല് തേക്കാനായി ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നിറഞ്ഞ ട്യൂബിന്റെ ഏതു ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും ട്യൂബിൽ നിന്ന് പേസ്റ്റ് പുറത്തു വരുന്നു. ഇതിനാധാരമായിട്ടുള്ള നിയമം പാസ്കൽ നിയമമാണ്. പല്ല് തേക്കാനായി ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നിറഞ്ഞ ട്യൂബിന്റെ ഏതു ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും ട്യൂബിൽ നിന്ന് പേസ്റ്റ് പുറത്തു വരുന്നു. ഇതിനാധാരമായിട്ടുള്ള നിയമം പാസ്കൽ നിയമമാണ്. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇത് ഏത് നിയമമാണ് എന്ന് ചോദിച്ചാല് പാസ്കൽ നിയമമാണ്. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇത് ഏത് നിയമമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം. പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ കഴിയില്ല. പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ഉപകരണങ്ങളാണ് ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, മണ്ണുമാന്തി യന്ത്രം എന്നിവ. പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ഉപകരണങ്ങളാണ് ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, മണ്ണുമാന്തി യന്ത്രം എന്നിവ എന്നുള്ളത് ഓർത്തിരിക്കുക. കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്തുന്ന സംവിധാനം അറിയപ്പെടുന്നത് ഹൈഡ്രോളിക് ജാക്ക് എന്നാണ്. കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്തുന്ന സംവിധാനം അറിയപ്പെടുന്നത് ഹൈഡ്രോളിക് ജാക്ക് എന്നാണ്. ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് കേശികത്വം എന്നാണ്. ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെ നമ്മൾ കേശികത്വം എന്നാണ് പറയുക. കേശികത്വം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് കേശികത്വം കൊണ്ടാണ്. മണ്ണെണ്ണ വിളക്കിൽ തിരിയിലൂടെ മണ്ണെണ്ണ ഉയരുന്നത് കേശികത്വം കൊണ്ടാണ്. ചുമരുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നത് കേശികത്വം കൊണ്ടാണ്. കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത് കേശികത്വം കൊണ്ടാണ്. വിളക്ക് തിരി എണ്ണയെ വലിച്ചെടുക്കുന്നതും കേശികത്വത്തെ കൊണ്ടാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ അഥവാ ജലത്തിന്റെ ഭാരത്തിനെതിരായി ജലം ഒരു കുഴലിലൂടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് അറിയപ്പെടുന്നത് കേശിക ഉയർച്ച. ഉയർന്നു നിൽക്കുന്നത് കേശിക ഉയർച്ചയാണ് എന്ന് ഓർത്തു വെച്ചാൽ മതി. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ അഥവാ ജലത്തിന്റെ ഭാരത്തിനെതിരെയായി ഒരു കുഴലിലൂടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് അറിയപ്പെടുന്നത് കേശിക ഉയർച്ച എന്നാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ ജലം ഒരു കുഴലിലൂടെ താഴുന്നത് അറിയപ്പെടുന്നത് കേശിക താഴ്ച എന്നാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ ജലം ഒരു കുഴലിലൂടെ താഴുന്നത് അറിയപ്പെടുന്നത് കേശിക താഴ്ച. അപ്പൊ താഴുന്നത് എന്താണ്? കേശിക താഴ്ചയാണ്. ഉയരുന്നത് കേശിക ഉയർച്ചയാണ്. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. ഒരു ദ്രാവക പാടയോ ദ്രാവക ഉപരിതലമോ അതിന്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം എന്ന് പറയുന്നത്.
ഒരു ദ്രാവക പാടയോ ദ്രാവക ഉപരിതലമോ അതിന്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലം പ്രതലബലമാണ്. പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏത് ബലം പ്രയോജനപ്പെടുത്തിയതാണ് എന്ന് ചോദിച്ചാൽ കൊഹിഷൻ ബലം പ്രയോജനപ്പെടുത്തിയതാണ്. പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏത് ബലം പ്രയോജനപ്പെടുത്തിയതാണ് എന്ന് ചോദിച്ചാൽ കൊഹിഷൻ ബലം പ്രയോജനപ്പെടുത്തിയതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലമാണ്. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലം. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയുകയാണ് ചെയ്യുക. പ്രതലബലത്തിന്റെ സവിശേഷതകൾ: ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുകയാണ് ചെയ്യുക. ബ്ലേഡ് പോലുള്ള ചില വസ്തുക്കളെ ജലോപരിതലത്തിൽ താങ്ങി നിർത്താൻ പ്രതലബലം സഹായിക്കുന്നു. ദ്രാവകങ്ങളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലമാണ്. അപ്പൊ പ്രതലബലത്തിന് രണ്ട് സവിശേഷതകൾ പറഞ്ഞു. പിന്നെ ദ്രാവകത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ് എന്ന് ചോദിച്ചാലും നമുക്ക് പ്രതലബലമാണ് എന്ന് പറയാൻ കഴിയും. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് സഹായകമായിട്ടുള്ള ബലം പ്രതലബലമാണ്. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ സഹായകമായിട്ടുള്ള ബലം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതലബലമാണ്. ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായിട്ടുള്ള ബലം പ്രതലബലമാണ്. ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായിട്ടുള്ള ബലം പ്രതലബലമാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ ബലമാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലം കൊഹിഷൻ ബലം. ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്തു നിർത്തുന്ന ബലം കൊഹിഷൻ ബലമാണ്. ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്തു നിർത്തുന്ന ബലം കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷക ബലമാണ് അഡിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ ബലം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം അഡിഷൻ ബലമാണ്. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ജലം അഡീഷൻ ബലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അഡ്ഹീഷൻ ബലം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വായിച്ചു പോവാം. ഈർക്കിൽ, പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റിപ്പിടിച്ചതായി കാണപ്പെടുന്നു. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്കുകണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടെ നനയുന്നു എന്നുള്ളതെല്ലാം അഡ്ഹീഷൻ ബലം പ്രയോജനപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സന്ദർഭങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിയാം. ഒരു കുഴലിനകത്തെ ദ്രാവകത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലം അഡ്ഹീഷൻ ബലമാണ്. ഒരു കുഴലിനകത്തെ ജലത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലം അഡീഷൻ ബലം. അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച ഉണ്ടാകുന്നു. അഡ്ഹീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ചയുണ്ടാകുന്നു. അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ച ഉണ്ടാവുകയാണ് ചെയ്യുക. അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹീഷൻ ബലമെങ്കിൽ കേശിക താഴ്ചയുണ്ടാവുകയാണ് ചെയ്യുക എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു കുഴലിന്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ചയ്ക്ക് എന്തു മാറ്റം സംഭവിക്കുന്നു? കേശിക ഉയർച്ച കൂടുന്നു. ഒരു കുഴലിന്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ചയ്ക്ക് എന്തു മാറ്റം സംഭവിക്കുന്നു? കേശിക ഉയർച്ച കൂടുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം.
ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവത്തെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയാം. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി. ജലത്തേക്കാൾ വിസ്കോസിറ്റി കുറഞ്ഞ ഒരു ദ്രാവകമാണ് മണ്ണെണ്ണ. ജലത്തേക്കാൾ വിസ്കോസിറ്റി കുറഞ്ഞ ഒരു ദ്രാവകമാണ് മണ്ണെണ്ണ. ഗ്ലിസറിൻ ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി ജലത്തേക്കാൾ കൂടുതലായിരിക്കും. ഗ്ലിസറിൻ ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി ജലത്തേക്കാൾ കൂടുതലായിരിക്കും. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നത് വിസ്കസ് ദ്രാവകങ്ങൾ എന്നാണ്. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നത് വിസ്കസ് ദ്രാവകങ്ങൾ എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നത് മൊബൈൽ ദ്രാവകങ്ങൾ എന്നാണ്. വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നത് മൊബൈൽ ദ്രാവകങ്ങൾ എന്നാണ്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു? കുറയുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിയിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കുറയുകയാണ് ചെയ്യുക. വൈദ്യുതാഘാതമേറ്റ ആളുടെ ശരീരം അമർത്തി തടവുകയും തിരുമ്മുകയും ചെയ്യുന്നതിനുള്ള കാരണം രക്തത്തിന്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാക്കാൻ വേണ്ടിയിട്ടാണ്. വൈദ്യുതാഘാതമേറ്റ ആളുടെ ശരീരം അമർത്തി തടവുന്നതും തിരുമ്മുകയും ചെയ്യുന്നതിനുള്ള കാരണം രക്തത്തിന്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാക്കാൻ വേണ്ടിയിട്ടാണ്. 60 ചോദ്യങ്ങളോളം ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.